ബിന്ദുമാടൻ തൻ്റെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെച്ച് ബിസിനസ്സിൽ മുന്നേറുന്ന ആ രഹസ്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഹലോ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ഒരു വർഷമായില്ല, ഒരു 3-4 മാസമായി കാണുമായിരിക്കും. എനിക്ക് കൈക്കൊക്കെ വേദനയായിട്ട് പിന്നെ സന്ധിഭാഗത്തിൻ്റെ ആരംഭമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരുമിക്കാനായിട്ട് പോയി. നമ്മുടെ കുമ്പിളിൽ തന്നെ അവിടെ പോയി 21 ദിവസം തിരുമണമെന്നാണ് പറഞ്ഞത്. 10 ദിവസം ഞാൻ തിരുമിയുള്ളൂ. അപ്പോൾ റീനമാട് എന്നോട് പറഞ്ഞു, പിന്നെ പക്ഷേ ഇങ്ങനെ തിരുമിയാലൊക്കെ അത് പിന്നെ ഭയങ്കര പ്രശ്നമാകും, തിരുമൊന്നും വേണ്ട, അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ തരാമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല ആൻറ്റി, തിരുമിയാലിത് മാറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞു ഒരു ദിവസം രാജേഷ് സാറും പിന്നെ മണിമേല മാഡവും കൂടെ അവിടെ വരുന്നുണ്ട്, ഒരു ദിവസം ക്ലാസ്സിന് വരാമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ വണ്ടി പെരിയാറ്റിൽ നിന്ന് ഒരു സാർ അവിടെ കളക്ഷനൊക്കെ ഇതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയും അവിടെ ആ സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഓരോ വീട്ടിൽ തോറുമൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരം പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഒരു അക്കൗണ്ട് എടുക്കണം, സാധനങ്ങളൊക്കെ കൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിങ്ങനെ ഒത്തിരി കളിപ്പൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതുപോലെ ഏജൻറ്റുമാരൊക്കെ വന്ന് ഇങ്ങനെ മരുന്നുകൾ ഓരോ സംഭവങ്ങളൊക്കെ തന്നിട്ട് അത് എനിക്ക് ഒരുപാട് പിന്നെ മോശമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനില്ല, എനിക്ക് മരുന്നൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. ആ സമയത്താണ് ഈ റീനമാഡം ഇങ്ങനെ പറഞ്ഞത്. ഏതായാലും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് വീണ്ടും റീനമാഡം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മൾ റീനമാഡം വിളിച്ചതല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് റീനമാഡത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകുവാനിടയായി. അന്ന് ചെന്നപ്പോഴാണ് രാജേഷ് സാറും മാഡവും കൂടെ വന്ന ക്ലാസ്സുകളൊക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഓർത്ത് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, ഇത് ചെയ്ത് നോക്കാം എന്നോർത്തിട്ട് ഏതായാലും റീനമാഡം തന്നെ അന്നേരം കുറച്ച് പേസ്റ്റ്, സോപ്പ് അങ്ങനെയുള്ള പിന്നെ കുറച്ച് ഓയിൻമെൻറ്റ് എന്തോ സാധനങ്ങളൊക്കെ കുറച്ച് തന്നു വിട്ടു. അതുമായിട്ട് ഞാൻ ചെന്ന് ഞാനതിൽ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. വീണ്ടും ഞാൻ പറഞ്ഞു ആൻറ്റി അതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതാണ്, നമുക്കെന്നെങ്കിൽ ഒന്ന് പോയി മേടിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരുമ്പം കുമ്പിളിയിലെ ഇവിടെ ആയുർവേദ സാറിൻ്റെ അടുത്ത് അവിടെ ഞങ്ങൾ ചെന്ന് കടയിൽ ചെന്നു. അവിടെ ചെന്ന സാറും കുറേ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നീട് ഞങ്ങൾ രാജേഷ് സാറിൻ്റെ ഓഫീസിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോരുവാൻ തയ്യാറായി. അത് കഴിഞ്ഞ് ഞാനെന്നാൽ വർക്ക് ചെയ്യാമെന്ന് അപ്പോൾ 1-2 പേരോട് ഞാനിപ്പോൾ വീടിനടുത്തുള്ള ബന്ധുക്കളോടൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി, ഇതുപോലെ ഞാൻ എലമെൻറ്റിൻ്റെ പ്രൊഡക്റ്റൊക്കെ വിൽക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ കൊണ്ടുതരാം, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയണമല്ലോ. അപ്പോൾ ഓരോ സാധനങ്ങളും കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ നോക്കി പഠിച്ച് പറയുവാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 3-4 പേരെ ഞാൻ പിന്നെ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ ഫാമിലിയിൽ പിന്നെ ഹസ്ബൻഡിനെയും പിള്ളേരെ 2 പേരെയും ഞാനിതിലേക്ക് ചേർക്കുവാനിടയായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളും എന്ന് പറയുന്ന പോലെ തന്നെ ജലപ്രാശം, പേസ്റ്റ്, സോപ്പ്, പിന്നെ കമ്പനിയിൽ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന അതെല്ലാ മരുന്നുകളും ഞാൻ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ക്രീം, ഫേസ് വാഷ്, ഇതെല്ലാം ഫേസ് വാഷ് ക്രീമൊക്കെ എനിക്ക് ഒരുപാട് ചിലവായി. പല്ലുവേദനയായിട്ട് 2-3 പേര് ചെവിടെ നീര് വെച്ച് വന്നിട്ട് പോലും ഞാൻ ആ പേസ്റ്റ് കൊടുത്ത് നല്ലതുപോലെ അവർക്ക് മാറുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ അങ്ങനെ ചോദിച്ച് മേടിക്കുന്നുണ്ട്. പിന്നെ ചില കസ്റ്റമർക്ക് എടുത്ത പൈസ നമ്മൾ കൊടുക്കുന്ന 10,000, 2,000, 3,000 സാധനം കൊടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടാതെ വരുന്നുണ്ട്. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് വന്ന് ഇന്ന് എനിക്കിപ്പോൾ അവിടെ പോകേണ്ടതായിരുന്നു. 2 ദിവസം കൂടെ അവിടെ നിൽക്കാനായിട്ട് ചെല്ലാൻ ഇന്നലെ പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു. അപ്പോഴാണ് രാജേഷ് സാർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും ഞാൻ പോകാമെന്ന് ഓർത്ത് ഈ യാത്രയ്ക്ക്, പക്ഷേ എങ്കിലും ഈ ആശുപത്രി കേസുകാരനെ ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സാർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരാതിരിക്കാൻ പറ്റത്തില്ല, അവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പോകണോ എന്ന് ചോദിച്ചിട്ട് ശരി നീ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിന്ന് പോരുകയാണ് ഉണ്ടായത്. ബിസിനസ് എനിക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇതായി പോയത്. എങ്കിലും ഇതിൽ നല്ലതായിട്ട് വിജയിച്ച് കയറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തുടർന്നുള്ള എൻ്റെ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ
എനിക്ക് ഉണ്ട്. എപ്പോഴും രാജേഷ് സാറൊക്കെ വിളിക്കുകയും അന്വേഷിക്കുകയും ഇടപാടുവാണേലും ആഴ്ച എത്ര പ്രാവശ്യം വിളിക്കുന്നു എനിക്ക് അറിയില്ല. അതുപോലെ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുകയും പിന്നെ പ്രോത്സാഹനം തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും തുടർന്ന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസഹായത്തിൽ തുടർന്നുള്ള എൻ്റെ ഈ മൈ ലൈഫിൽ വിജയിച്ച് വരണം. ആദ്യം ഞാൻ സാറിനോട് പറഞ്ഞത്, സാറേ എനിക്കൊരു ആഴ്ചയിൽ ഒരു 5000 രൂപ വരുമാനം വരത്തക്ക രീതിയിൽ ഞാനിത് വർക്ക് ചെയ്യുന്നുള്ള പ്രതിജ്ഞയോടെയാണ് ഞാനിത് ഏറ്റെടുത്തത്. ഇടയ്ക്ക് നാളായി പോയി എങ്കിലും ഞാനിത് തുടർന്ന് ചെയ്ത് ഒരു സ്വയം തൊഴിലെന്ന വണ്ണം പിന്നെ ഒരു സാമ്പത്തിക എന്താ പറയണ്ടേ അതിലേക്ക് ഞാൻ വരുമെന്ന് ദൈവനാമത്തിൽ